ദൈവരാജ്യത്തിൽ വലയിറക്കുക. എവിടെ വലയിറക്കുക? ദൈവരാജ്യത്തിൽ വലയിറക്കുക. എന്താണ് ഇത് പറയാൻ കാരണം? ഇന്ന് അനേക വ്യക്തികൾ ലോകരാജ്യത്തിൽ വലയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഫലം കിട്ടുന്നില്ല. എന്താണ് കാരണം? അധ്വാനം മുഴുവൻ നടക്കുന്നത് ലോകത്തിലാണ്, ലോകരാജ്യത്തിലാണ്. നമ്മൾ കത്തോലിക്കരാണ്, കർത്താവിന്റെ പൊന്നുമക്കളാണ്. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് എപ്രകാരം പ്രവേശിക്കാൻ സാധിക്കും? അവിടെയാണ് നമുക്ക് ആവശ്യമുള്ള സകല സ്വർഗീയ സമ്പത്തും അടങ്ങിയിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അത് ദുഷ്കരമായ കാര്യമല്ല. നിങ്ങൾ എങ്ങനെ പ്രവേശിക്കും? പക്ഷെ അതെല്ലാം കർത്താവിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തും. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സമ്പന്നതയിലേക്ക് പരിശുദ്ധാത്മാവ് കണ്ണാറയിലുള്ള സകല മക്കളെയും വിളിക്കുകയാണ്. ഇന്ന് കുട്ടികളെ അടക്കം നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ അനുഗ്രഹം പൂത്തുലയും, സൗഖ്യവും അഭിഷേകവും അനുഗ്രഹവും ആത്മീയ ഭൗതിക നന്മകളെല്ലാം കർത്താവ് നൽകിയിരിക്കും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടുന്നത്? നമ്മൾ കർത്താവിന്റെ വചനം ഹൃദയത്തുറവിയോടെ, ഹൃദയ നുറുക്കത്തോടെ, ആഗ്രഹത്തോടെ, ദാഹത്തോടെ കേൾക്കുകയാണെങ്കിൽ, നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതിസന്ധികളിലേക്ക് യേശു കടന്നു വരികയും അവിടെ അത്ഭുത വിടുതൽ കർത്താവ് അയക്കുക ചെയ്യും. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിച്ചേ യേശുവേ, യേശുവേ, പോരാ യേശുവേ. നമുക്ക് ഹൃദയങ്ങൾ തുറക്കാം. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഹൃദയം തുറക്കും. ഹൃദയത്തിലാണ് ഒരു മാത്സര്യമുള്ളത്. എന്താണ്? അവിടെയാണ് സങ്കടം, അവിടെയാണ് ദുഃഖം, അവിടെയാണ് അവിശ്വാസം, അവിടെയാണ് അശുദ്ധി. അവിടെ യേശുവിന് കടന്നു വരാൻ സ്പേസ് കൊടുത്താൽ കർത്താവ് അവിടെ വിശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്ന ശുശ്രൂഷയാണിത്. അവിടെ യേശു കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകും. ഒരു വചനം കർത്താവ് ഇപ്രകാരം നൽകുകയാണ്. സക്രിയ പ്രവാചന പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. ആ വചനം നമുക്ക് എല്ലാവരും ഹൃദയത്തുറവിയോടെ വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഏറ്റുപറയാം. വലതുകരം ഉയർത്തിപ്പിടിക്കുന്നു. വചനം ഏറ്റു പറയുമ്പോൾ തന്നെ അത്ഭുതമാണ്. ഏറ്റു പറയാം. വസന്തവൃഷ്ടിയുടെ കാലത്ത്, വസന്തവൃഷ്ടിയുടെ കാലത്ത് മഴ ചോദിക്കുവിൻ, മഴ ചോദിക്കുവിൻ, കർത്താവിനോട്, കർത്താവിനോട് ചോദിക്കുവിൻ, ചോദിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വസന്തവൃഷ്ടിയുടെ കാലത്ത് ആരും മഴ ചോദിക്കില്ല. സാധാരണ ലോകത്തിന്റെ നിയമം അങ്ങനെയാണ്. പക്ഷെ ദൈവരാജ്യത്തെ നിയമം അങ്ങനെയല്ല. ഏതു സമയത്തും നമുക്ക് കർത്താവിന് ചോദിക്കാം. കർത്താവ് പറയും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ കർത്താവിനോട് സന്നിധിയിൽ പ്രാപിക്കുവാനും ചോദിക്കുവാനുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. രണ്ടാമതൊരു വചനം പരിശുദ്ധാത്മ നൽകുകയാണ്. റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യമാണ്. വചന പ്രകാരം പറയുന്നു. വലതുകരം വീഴ്ത്തിയിട്ട് പറയാം. എല്ലാവരും വലതുകരം വീഴ്ത്തി പിടിക്കുന്നു. റൂത്ത് 3:18. കാര്യം, 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 കാര്യം തീരുമാനിക്കുന്നത് വരെ, തീരുമാനിക്കുന്നത് വരെ അവൻ, അവൻ അടങ്ങിയിരിക്കുകയില്ല, അടങ്ങിയിരിക്കുകയില്ല. ഇന്ന് തന്നെ, ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും, തീരുമാനമുണ്ടാകും. ഇന്ന് തന്നെ, ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും, തീരുമാനമുണ്ടാകും. ഇന്ന് തന്നെ, ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും, തീരുമാനമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രണ്ട് വചനം എന്താണ് പറയുന്നത്? സക്കറിയ 10:1 വചനം വസന്തവർഷയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് ഒരു വസന്ത വൃഷ്ടി അയക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ വയൽ, നമ്മുടെ ജീവിതമാകുന്ന വയൽ ഹരിതപൂർണമായി സമ്പന്നമാകാൻ പോവുകയാണ്. രണ്ടാമത്തെ വചനം റൂമ് 3:18. അവിടെ വചനം പറയുന്നു, കാര്യം തീരുമാനിക്കുന്നത് വരെ ദൈവം അടങ്ങിയിരിക്കുകയില്ല. ഒരു ദൈവ പൈതൽ നിലവിളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഒരു ദൈവ പൈതൽ കർത്താവിനെ യാചിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, കർത്താവ് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ പ്രവർത്തിക്കും. അതാണ് വചനം പറയുന്നത്. കാര്യം തീരുമാനിക്കുന്നത് വരെ ദൈവം അടങ്ങിയിരിക്കുകയില്ല. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഇന്ന് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും എന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് വചനം യെശയ്യാ 32:14 വചനമാണ്. ആ വചനപ്രകാരം പറയുന്നു, ഉന്നതത്തിൽ നിന്ന് ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഹരിതപൂർണമായ
വയലായി രൂപാന്തരപ്പെടുകയും ചെയ്യും. വലതുകരം ഉയർത്തി എല്ലാവരും പറ്റി പറയുന്നു, ഉന്നതത്തിൽ നിന്ന് ആത്മാവ് വർഷിക്കപ്പെടുമ്പോൾ മരുഭൂമി ഹരിതപൂർണമായ വയലായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉന്നതത്തിൽ നിന്ന് അഭിഷേകം അയക്കാൻ പോകുന്നു. മരുഭൂമി പോലെ കിടക്കുന്ന ജീവിതങ്ങൾ. എന്താണ് മരുഭൂമിയുടെ അവസ്ഥ? അതുപോലെ വെള്ളമില്ല, സ്നേഹമില്ല, ആത്മീയ നന്മകളില്ല, ഭൗതിക നന്മകളില്ല. സങ്കടമാണ് ജീവിതത്തിൽ, ദുഃഖത്തിൻ്റെ കയമാണ്, വേദനയുടെ നൊമ്പരങ്ങളുടെയും ഒരു വലിയ എന്താ പറയുക, വലിയൊരു മേഖലയാണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ. ആർക്കും നിൽക്കാൻ പറ്റില്ല അവിടെ. അതുപോലത്തെ ചൂട്, അതുപോലത്തെ കഷ്ടപ്പാടുകൾ, അതുപോലത്തെ വേദനകൾ. പ്രിയപ്പെട്ട, എന്നാൽ ഇതിന്റെ മധ്യേ കർത്താവ് പറയാണ്, ഞാൻ ഉന്നതത്തിൽ നിന്ന് ആത്മാവിനെ വർഷിക്കും. എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മ കടന്നു വരുമ്പോൾ അവിടെ മഴ പെയ്യാൻ തുടങ്ങും, അവിടെ പച്ചപ്പ് വരും, അവിടെ സമൃദ്ധി വരും, അവിടെ അനുഗ്രഹം ഉണ്ടാകും, അവിടെ വിജയമുണ്ടാകും, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അവിടെ ജീവന്റെ സമൃദ്ധി സംഭവിക്കും. ഇത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹൃദയം തുറക്കുക, അധരങ്ങൾ തുറക്കണം, ഹൃദയത്തെ കർത്താവിനെ വിട്ടുകൊടുക്കുക. ഇത് ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ വേറെ ആർക്കും ഒരു സ്പേസ് ഇല്ല. ആരും ആരെയും നോക്കണ്ട. കരയാൻ സാധിക്കുന്നവർ കരഞ്ഞുകൊള്ളുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. രണ്ട് കരം എത്തി ശക്തിയോടെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ശക്തിയോടെ കടന്നു വരണമേ. ദാഹിക്കുന്ന മക്കളുമേൽ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഹൃദയത്തിന്റെ ചങ്ങലകൾ അടിയട്ടെ, കെട്ടുകൾ അടിയട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു യേശുവേ, 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 ആരാധിക്കുന്നു യേശുവേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സമയം, നമ്മൾ ഈ സമയം സൗഖ്യങ്ങളും വിടുതലും എല്ലാം നൽകാൻ പോകുന്ന സമയമാണ്. നമുക്ക് രണ്ട് കരങ്ങളും യാചനാ രൂപത്തിൽ പിടിച്ച് നമുക്ക് അധരം തുറന്ന് ഒരുമിച്ച് ശക്തിയോടെ നമുക്ക് ഏറ്റു പറയാം. കർത്താവായ യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളിലേക്ക്, ആത്മീയമായ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, ഭൗതികമായ എന്റെ ജീവിതത്തിലെ പരാജയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങ് കടന്നു വരണമേ. വചനം സ്വീകരിക്കുവാൻ തക്കവിധം എന്റെ ഹൃദയത്തെ തുറക്കണമേ. അവിശ്വാസത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കണമേ. ബന്ധനങ്ങളെ തകർച്ചകളെ പിഴുതുമാറ്റണമേ. എന്റെ ഹൃദയത്തിലുള്ള എല്ലാ ആകുലതകളെയും അങ്ങ് എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവേ സ്നേഹമായി വിശ്വാസമായി പ്രത്യാശയായി എന്നിലേക്ക് കടന്നു വരണമേ. ഇന്ന് തന്നെ ദൈവശക്തി എന്നിൽ ശക്തമായി പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ദുഃഖത്തിന്റെയും പാപത്തിന്റെയും രോഗത്തിന്റെയും നിരാശയുടെയും അടിമത്തങ്ങളുടെയും ചങ്ങലകളെ കർത്താവേ വചനമയച്ച് നിർവീര്യമാക്കണമേ. എന്നെ സ്വതന്ത്രമാക്കണമേ. എന്റെ മനസ്സിനെയും ആത്മാവിനെയും സ്വതന്ത്രമാക്കണമേ. യേശുവേ എന്നെ സ്പർശിക്കണമേ.
എന്നെ സ്പർശിക്കണമേ, എന്നെ സ്വതന്ത്രമാക്കണമേ, സ്വതന്ത്രമാക്കണമേ. എല്ലാ ചങ്ങലകളും അങ്ങ് പൊട്ടിക്കണമേ. തലമുറയായി കടന്നു വന്നിട്ടുള്ള എല്ലാ ബന്ധനങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും സ്വഭാവ ദൂഷ്യങ്ങളെയും എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മകളെയും യേശുവേ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും സ്വീകരിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ, ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. Power of the Holy Spirit. Power of the Holy Spirit. Hallelujah. Jesus glory. ശക്തിയോടെ സ്തുതിക്കട്ടെ. ദേശത്തിന് മേൽ കർത്താവിന്റെ കരം വരട്ടെ. ഹല്ലേലൂയ. ഇറങ്ങി വരുന്നു. ദൈവശക്തി ഇറങ്ങട്ടെ. അനേകരെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകം വ്യക്തികളെ കർത്താവ് ഈ സമയം വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളോടെല്ലാം കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മോളെ നിന്റെ പരാജയം ഇവിടെയാണ്. ഇവിടെ നീ മാറ്റം വന്ന ദൈവം നിന്നെ ഉയർത്തും. പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുന്നു. ഒരു അമ്മയോട് പരിശുദ്ധൻ സംസാരിക്കുന്നു, ഒരു അപ്പനോട് പരിശുദ്ധൻ സംസാരിക്കുന്നു. ജീവിതം യേശുവിനായി ക്രമീകരിക്കുക, വിട്ടുകൊടുക്കുക, ഭാരങ്ങളെല്ലാം വിട്ടുകൊടുക്കുക. വിശ്വാസം കർത്താവിന്റെ ദാനമാണ്, സ്വീകരിക്കുക. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. പരിശുദ്ധ പരമദിവ്യകാലീശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൽ വലയിറക്കുക. ഈ വചനം പ്രത്യേകിച്ച് ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിലുമാണ് ഈ രണ്ട് സംഭവങ്ങളുള്ളത്. കണ്ണാറയിലുള്ള കർത്താൻ പ്രിയപ്പെട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ സന്ദേശമാണത്. കർത്താവ് പറയാൻ ഇപ്രകാരം, അവർ വല ഇറക്കുന്നുണ്ട്, പക്ഷേ വലയിൽ മീൻ ലഭിക്കുന്നില്ല. അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട വിധം പുരോഗതി ലഭിക്കുന്നില്ല. കുറെ കഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ വേണ്ട വിധം മുന്നേറാൻ പറ്റുന്നില്ല. കുട്ടികളാണെങ്കിൽ നല്ലപോലെ പഠിക്കുന്നുണ്ട്, പക്ഷെ പരീക്ഷ സമയത്ത് എല്ലാം മറന്നു പോവാണ്. അപ്പച്ചനാ നല്ലോണം അധ്വാനിക്കുകയാണ്, അനേകര വേദനയാണിത്, പക്ഷെ അധ്വാനത്തിന്റെ ഫലം കിട്ടുന്നില്ല, എവിടേക്കോ നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വചനഭാഗത്തേക്ക് ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അവർ ഗനേസരത്ത് തടാകമാണ്. നിങ്ങളെല്ലാവരും ആ തടാകത്തിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആത്മാവിൽ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് അവിടെ യേശു നിൽക്കുകയാണ്. യേശു എന്തിനാണ് അവിടെ വന്നിട്ടുള്ളത്? യേശു അവിടെ വന്നിട്ടുള്ളത് വചനം പ്രഘോഷിക്കാനാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് ലക്ഷ്യമുണ്ട്. യേശുവിന് കണ്ണാറ വരുമ്പോൾ യേശുവിന് ലക്ഷ്യമുണ്ട്. ഇത് ഈ ശുശ്രൂഷ കർത്താവാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തിനാണ്? ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് പകരുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും. അപ്പോൾ യേശുവിന് ലക്ഷ്യമുണ്ട്. അവിടെയുള്ള അനേകർ ഇന്ന് അനുഗ്രഹിക്കപ്പെടണം, അനേകരുടെ കണ്ണുനീർ മാറണം, അനേക രോഗികളെ സൗഖ്യം പ്രാപിക്കണം. അത് യേശുവിൻ്റെ ആഗ്രഹമാണ്. യേശു അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് പത്രോസ്. പത്രോസ് ഒരു മുക്കുവനാണ്. അവൻ അന്ന് തലേ ദിവസം രാത്രി മുഴുവൻ എന്ത് ചെയ്തു? മീൻ പിടിച്ചു. മീൻ പിടിച്ചിട്ട് വചനം പറയുന്നു, അവന് മീൻപിടുത്തത്തിൽ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവൻ മീൻപിടുത്തം കഴിഞ്ഞ് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടിയിട്ടില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. ഈ സമയത്താണ് യേശു വരുന്നത്. യേശു പത്രോസിനെ കണ്ടു. യേശു പത്രോസിന് വേദന അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസിനെ തേടി യേശുവിടെ വന്നിട്ടുള്ളതെങ്കിൽ കണ്ണാറയിലുള്ള നമ്മൾ ലോകം മുഴുവൻ പരിഗണിക്കാത്ത, സ്വന്തം ജീവിത പങ്കാളിയോ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും വേണ്ട വിധം പരിഗണന പോലും നൽകാത്ത നമ്മെ തേടി യേശു ഇവിടെ ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് യേശു ഇവിടെ വന്നിട്ടുള്ളത് എന്നെ തേടിയാണ് എന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്നെ തേടി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് എന്ത് സംഭവിച്ചെന്നറിയോ? യേശു
അവിടെയുള്ള ജനത്തോട് വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു വേദി വേണം. വേദിയില്ല. ആ സമയത്ത് പത്രോസിന്റെ വഞ്ചി കണ്ടു. അപ്പോൾ യേശു പറഞ്ഞു, പത്രോസെ വഞ്ചി തരുക. പ്രിയപ്പെട്ടവരെ, നമ്മളോട് കർത്താവ് വഞ്ചിയാണ് ചോദിക്കുന്നത്. എന്താണ് വഞ്ചി? അത് ജീവിതമാണ്. കർത്താവ് പറയാണ്, നിന്റെ ജീവിതം എനിക്ക് തരിക പ്ലീസ്, ഞാൻ അതിൽ പ്രവേശിക്കട്ടെ. അങ്ങനെ പത്രോസ് വഞ്ചി വിട്ടുകൊടുത്തു. പത്രോസ് നല്ലവനായിരുന്നു, ഹൃദയത്തുറവിയുള്ളവനാണ്. പത്രോസ് വഞ്ചി വിട്ടുകൊടുത്തു. പത്രോസിന്റെ വഞ്ചിയിലിരുന്ന് യേശു വചനം പ്രഘോഷിച്ചു. പ്രഘോഷിച്ചതിന് ശേഷം ഇതാ ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം അവിടെ 4-ാം വാക്യം, പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസ് കർത്താവ് പറയാണ്, എന്താണ് പറഞ്ഞത്? പത്രോസേ, നീ എന്താണ് പറഞ്ഞത്? പത്രോസേ, എന്താണ്? കടലിന്റെ ആഴത്തിലേക്ക് വലയിറക്കുക. പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ അവിടെ പത്രോസ് അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്തെങ്കിലും കിട്ടിയോ മക്കളെ? എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. പഠിച്ചു, പക്ഷെ ഒന്നും കിട്ടണില്ല. പക്ഷേ അവിടെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. എന്താണ് മാറ്റം? അവിടെ ആ പ്രതിസന്ധിയുടെ നടുവിലേക്ക്, ആ ഒന്നുമില്ലായ്മയുടെ നടുവിലേക്ക് യേശു കടന്നു വരികയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശു കടന്നു വന്നു. യേശു കടന്നു വന്നു. വചനം വിതച്ചു. വചനം വിതച്ചതിന് ശേഷം പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ, തലേദിവസം രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചതാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലതുകരം ഉയർത്തി പ്രകാരം പറഞ്ഞു, കർത്താവേ, കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് ഞാൻ ജീവിതത്തിൽ വലയിറക്കാം. എനിക്ക് വല നിറച്ച് അനുഗ്രഹം നൽകണമേ. ഹല്ലേലൂയ. ഇവിടെ വളരെ വലിയൊരു രഹസ്യമുണ്ട് പ്രിയപ്പെട്ടവർ. ഇതാണ് രഹസ്യം. എന്താണെന്നറിയോ? പത്രോസ് ആദ്യം വല ഇറക്കിയത് ലോകരാജ്യത്തിലായിരുന്നു. ഏത് രാജ്യത്തിലായിരുന്നു? ദൈവം അവിടെ ഇല്ല. എന്താണ് ദൈവരാജ്യം? കിങ് ഓഫ് കിങ്, യേശു രാജാതി രാജാവായി വാഴുന്ന രാജ്യത്തിന്റെ പേരാണ് ദൈവരാജ്യം. എന്റെ ജീവിതത്തിൽ യേശു കർത്താവായി വാഴുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ യേശു മാത്രമാണോ രാജാവ്, അതോ ഞാനാണോ രാജാവ്? എന്റെ ജീവിതത്തിൽ എന്റെ ആഗ്രഹമാണോ അത് കർത്താവിന്റെ ആഗ്രഹമാണോ? പത്രോസ് അതുവരെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലായിരുന്നു. പത്രോസ് അവന്റെ സ്വന്തം രാജ്യത്തിലായിരുന്നു. അവിടെ അവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ പത്രോസ് യേശുവിന്റെ വചനം കേട്ടു, ദൈവരാജ്യത്തിന്റെ സമ്പന്നത തിരിച്ചറിഞ്ഞു. ഇത് വെറും ഒരു യഹൂദ റബ്ബിയല്ല എന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. യേശു പറഞ്ഞ വചനപ്രകാരം അവൻ വലയിറക്കി. എവിടെ? ദൈവരാജ്യത്തിൽ വലയിറക്കിയപ്പോൾ അവന്റെ വല നിറച്ച് മീനെ നൽകിയ അതേ കർത്താവ് ഇന്ന് നമ്മെയും അനുഗ്രഹിക്കാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. വലതുകരമെത്തി പറഞ്ഞു, കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വചനഭാഗം യോഹന്നാൻ 21-ാം അധ്യായം. അവിടെ 3 മുതൽ വാക്യങ്ങളാണ്. അവിടെ പത്രോസും മൊത്തം 7 ശിഷ്യന്മാരുണ്ട്. പത്രോസുണ്ട്, സെന്റ് തോമസ് ഉണ്ട്, പീലിപ്പോസ് ഉണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്. 2 ശിഷ്യന്മാർ വേറെ പേര് എഴുതിയിട്ടില്ല. അവർ തീരുമാനിക്കുകയാണ്, യേശു ഇതാ അവർക്ക് ആ യേശുവിന്റെ ഉത്ഥാനത്തിന്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്നിട്ടില്ല. പെന്തക്കോസ്ത് അനുഭവം സ്വീകരിച്ചിട്ടില്ല. ദൈവരാജ്യത്തിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല. അതാണ് സത്യം. അവർ ഇപ്രകാരമാണ് പറയുന്നത്. പത്രോസ് പറയാണ്, ഞാൻ പഴയ പണിക്ക് പോവുകയാണ്. എന്ത് പണിക്ക്? എന്റെ പഴയ പണിക്ക് പോവുകയാണ്. എന്ത് പണിക്ക്? അത് ഉറക്കെ പറഞ്ഞു, പഴയ പണിക്ക് പോവുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? അർത്ഥം ഇതാണ്, ഞാൻ എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് പോവുകയാണ്. കുറെ കാലമായി പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് നടക്കണേ, ഒന്നും കിട്ടണില്ല. ഞാൻ എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് പോകും. മദ്യപാനം നിർത്തിയതാണ്, ഞാൻ പഴയ സ്വഭാവത്തിലേക്ക് പോവാണ്. അടിപിടിയും വഴക്കും വിദേശത്ത് മാറ്റിയതാണ്, പക്ഷേ ഇന്നൊന്നും മരവിപ്പാണ്, ഒന്നും കിട്ടുന്നില്ല. ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകും. പത്രോസ് പറയാണ്. ഈ സമയത്ത് പത്രോസ് ലോകരാജ്യത്തിൽ
അവന്റെ പഴയ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് അവൻ അന്ന് രാത്രി അധ്വാനിച്ചു. പ്രിയപ്പെട്ടവരെ, മാക്സിമത്തിൽ അധ്വാനിച്ചു. എന്തിനും കിട്ടിയോ? എന്തിനും കിട്ടിയോ ചേച്ചി? ഇങ്ങോട്ട് നോക്കി കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. എന്താണ് കാരണം അറിയോ? അധ്വാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ. പക്ഷേ ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തിലല്ല പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ലോകരാജ്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. വെറുപ്പിലും വിദ്വേഷത്തിലും അവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവിന് മനസ്സിലായി പത്രോസൊന്നും കിട്ടിയിട്ടില്ല. ഇതാ പത്രോസിനെ തേടി യേശു വരികയാണ്. യേശുവിനെ ഉപേക്ഷിച്ചു പോയ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ തേടി യേശു ഉഷസ്സായപ്പോൾ 21:4 ഉഷസ്സായപ്പോൾ യേശു കടൽ തീരത്ത് വന്ന് നിന്നു. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, മക്കളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, മീനൊന്നുമില്ല. നിങ്ങൾ അധ്വാനിച്ചു, നല്ലോണം പഠിച്ചു, പരീക്ഷയ്ക്ക് പാസ്സായില്ല. സമയം കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വഞ്ചിയുടെ വലതുവശത്ത് വല ഇറക്കുക. കരങ്ങളുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ഈ വലതുവശം? എന്താണ് വലതുവശം? വലതുവശമാണ് ദൈവരാജ്യം. ഷൈക്കൻ്റെ അടുത്ത് പറഞ്ഞേ, വലതുവശമാണ് ദൈവരാജ്യം. ഒന്ന് ഷൈക്കൻ്റെ അടുത്ത് പറഞ്ഞ, വലതുവശമാണ് ദൈവരാജ്യം. ഇന്ന് അനേകർ ഈ മലയാളി നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇവിടുത്തെ കണ്ണാറുകാർ ബെസ്റ്റ് ആൾക്കാരാണ്, എനിക്കറിയാം. പക്ഷേ ചില ആൾക്കാർക്ക് പ്രശ്നം വെച്ചില്ലേ, മുഖത്ത് നോക്കില്ല. മുഖത്ത് നോക്കില്ല, അതായത് കണ്ണിരിക്ക് നോക്കില്ല. എന്താണ് പ്രശ്നം? ഒരു കുഴപ്പമുണ്ടെന്നേ. ജീവിതത്തിൽ എന്തൊക്കെയോ പിശാചിനെ കെട്ടി വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ തന്നെ അനുഗ്രഹമുണ്ട്. നിങ്ങൾ ഇന്ന് ദിവസം ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ മക്കളുടെ ഷോൾഡറിൽ കൈവയ്ക്കണം. ജീവിത പങ്കാളിയുടെ ഷോൾഡറിൽ കൈവച്ച് എല്ലാ ദിവസവും ഒരു വചനം, ഉൽപ്പത്തി 12:2 വചനം, ആ വചനം ഏറ്റു പറഞ്ഞ് നിങ്ങൾ പരസ്പരം നോക്കി, നിങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. കരങ്ങളെത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ, നീ വഞ്ചിയുടെ വലതുവശത്ത് വലയിറക്കുക. ഈ സമയം പത്രോസ് നല്ല മുഖവനാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവൻ. പക്ഷെ അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പത്രോസിനൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ രാജാതിരാജാവ് യേശു കടന്നു വന്നു, അവനോട് സംസാരിച്ചു. അതിനുശേഷം അവൻ വലയിറക്കിയപ്പോൾ വചനം പറയുന്നു, അവനെ വല നിറച്ച് കർത്താവ് ഇതാ സമ്പത്ത് കൊടുക്കുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിന്റെ വചനം കേട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ഞാൻ ഈ പ്രാവശ്യത്തെ ശാലോമിൽ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. സംഭവപ്രകാരമാണ്. സഹോദരി പേര് സരിത പസ്വാൻ എന്നാണ്. ബംഗാളിലാണ് വീട്. എവിടെയാണ് വീട്? ബംഗാളിലാണ് വീട്. ഇപ്പൊ നമ്മുടെ വീട് കണ്ണാറയാണ്. ഇപ്പൊ ഈ ബംഗാളിൽ താമസിക്കുന്ന ഈ സരിതയുടെ വീടിന് മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്. സരിതയുടെ വീടിന് മുമ്പിൽ മദ്യം കൊടുക്കുന്ന ഒരു വ്യക്തി. മദ്യം കൊടുക്കുക മാത്രമല്ല, ആ വ്യക്തി ധാരാളം പൂജ ചെയ്യുന്ന വ്യക്തി, ധാരാളം മന്ത്രവാദം ചെയ്യുന്ന വ്യക്തി. ആ ഭവനം മുമ്പിലായതുകൊണ്ട് സരീതയുടെ വീട്ടിൽ എന്നും പ്രശ്നമാണ്. ഭർത്താവുമായി അടിപിടി, മക്കളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമില്ല. ഭർത്താവ് മദ്യപാനമുണ്ട്, ഡിപ്രഷനുണ്ട്, സരിതയ്ക്കും ഒത്തിരി അസുഖങ്ങളുണ്ട്. അങ്ങനെ ജീവിതം മടുത്തു. സരിത എല്ലാ പൂജാരിമാരുടെ അടുത്തേക്ക് പോകും. പൂജാരിമാർ പറയും ശരിയാവും. വീണ്ടും കുറെ പൈസ കൊടുക്കും, കുറെ പൂജ നടത്തും, ഒന്നും നടക്കുന്നില്ല. വീണ്ടും പഴയേക്കാളും പ്രശ്നം വർദ്ധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ നിങ്ങളൊക്കെ പഠിക്കില്ല, അമ്മമാര് പഠിപ്പിക്കില്ല നിങ്ങളെ. അപ്പൊ ഈ സരിതയുടെ കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരിതയുടെ കുഞ്ഞിന്റെ പുസ്തകത്തിന്റെ ചട്ടയിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോ, നല്ല സുന്ദരനായ ഒരു വ്യക്തി. അപ്പോ ഈ അമ്മ മകൾ വിളിച്ചു, മോനെ ആരാണിത്? മകൻ പറഞ്ഞു കൊടുത്തു, ഇതാണ് യേശു. അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇതാണ് യേശു. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് കുറച്ചൊക്കെ അറിയാം, എന്നാലും ശരിക്കും അറിഞ്ഞുകൂടാ. സമയത്ത് മകൻ അന്ന് അമ്മയോട്, ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. കരങ്ങളെത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവരാജ്യം എന്തെന്ന് അറിഞ്ഞുകൂടാ സരിതയ്ക്ക്. ലോകരാജ്യത്തിലാണ് എല്ലാം ചെയ്യുന്നത്.
സരിത പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ഒന്നും നടക്കുന്നില്ല. പൂജകൾ നടത്തി, ഒന്നും നടക്കുന്നില്ല. എന്നാൽ എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, യേശുവിനോട് പ്രാർത്ഥിക്കുക. സരിത ഇതൊന്നും ചെയ്യുന്ന പറയൂ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സരിത പറയാണ്, പിറ്റേ ദിവസം ഇതാ ആ വ്യക്തിയിലൂടെ, ആ മുമ്പിലുള്ള വ്യക്തിയിലൂടെ വലിയൊരു പ്രശ്നം ഈ കുടുംബത്തിൽ വരികയാണ്. അങ്ങനെ സരിത വീണ്ടും അവിടെയുള്ള പൂജാരിയുടെ അടുത്തേക്ക് പോവുകയാണ്. പൂജാരിയുടെ അടുത്തേക്ക് പൂജാരി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ശ്മശാൻ, അതായത് ഈ എന്താ പറയുക, നമ്മുടെ സെമിത്തേരിക്ക് പോകണം. പൊതു സെമിത്തേരി ഉണ്ട്, അവിടെ പോയിരുന്നോ നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നു. പിശാച് തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ സരിത ഈ സമയത്ത് നിരാശയെ നിൽക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത് തന്നെ റൈറ്റ് സൈഡിൽ ഒരു വ്യക്തി നിൽക്കുകയാണ്. നല്ല വൈറ്റ് ഗൗൺ ഇട്ട് മകന്റെ പുസ്തകത്തിന്റെ ചട്ടയിൽ കണ്ട അതേ വ്യക്തി ഇതാ ഈ സരിത എന്ന സഹോദരിയുടെ അടുത്ത് നിന്ന് ഇപ്രകാരം പറയണം, മോളെ, ഞാൻ നിന്നെ രക്ഷിക്കാം, നീ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുക. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി പറയാണ്, ഈ സഹോദരി ഈ യേശുവുമായി സംസാരിക്കുമ്പോൾ പൂജാരിയും കൂടെയുള്ളവർ കണ്ടു, അവർ ഈ പെണ്ണിന് വട്ടായെന്ന് തോന്നണേ, അവർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പൂജാരി വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ പോയി സെമിത്തേരിയിൽ പോയി കടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് മനസ്സോടെ സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ യേശു കൂടെ വരികയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഏത് നരകകർത്തത്തിൽ വീണാലും കർത്താവ് നമ്മെ അവിടെ നിന്ന് പോയി ഉയർത്തി നിർത്തുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്തുമാത്രം പരാജയത്തിൽ വീണാലും നിരാശപ്പെട്ടു പോകരുത്. പ്രിയപ്പെട്ടവർ, എന്താണ് സംഭവിച്ചെന്ന് അറിയൂ? സെമിത്തേരിയിൽ പോയപ്പോൾ വീണ്ടും യേശു കൂടെ വന്നു. സെമിത്തേരിയിൽ ഈ സഹോദരി നിൽക്കാണ്. ഈ സമയത്ത് യേശു കൈപിടിച്ചു, മോളെ, നീ എൻ്റെ കൂടെ വരിക, ഞാൻ നിന്നെ രക്ഷിക്കാം. സമയം യേശു ബലം പ്രയോഗിച്ചു. വൈറ്റ് ഗൗണിട്ട വ്യക്തി എന്നാണ് ഈ സരിത പറയുന്നത്, സുന്ദരനായ വ്യക്തി. ഇതാ യേശുവിന് കൂടെ നടക്കുകയാണ്. യേശു ഈ സഹോദരിയെ കണ്ണാറയിൽ ഇപ്രകാരമുള്ളൊരു പള്ളിയിൽ കൊണ്ടുവന്നു. ബംഗാളിലുള്ളൊരു പള്ളിയിൽ കൊണ്ടുവന്നു. പള്ളിയിൽ ആരുമില്ല, എന്നാൽ ഒരു സിസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സിസ്റ്ററിനോട് ഈ സഹോദരി തന്റെ വേദനകളെല്ലാം പങ്കുവെച്ചു. ആ സിസ്റ്റർ പറഞ്ഞു, മോളെ, അത് യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, സരിതയുടെ ജീവിതം മാറി മറിഞ്ഞു. സരിത ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. യേശുവിനെ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, സരിത അതിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്, ഞാൻ കത്തോലിക്ക സഭയിൽ മാമോദിസ മുങ്ങി, ഇപ്പോൾ ഞാൻ ദൈവരാജ്യത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ സകല മണ്ഡലങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചുയർത്തി. അവളും അവളുടെ കുടുംബം മാത്രമല്ല, അവളുടെ തലമുറ മുഴുവനും മാമോദിസ മുങ്ങി കർത്താവിൻ്റെ പക്ഷത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കരങ്ങളുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും ദൈവരാജ്യത്തിന്റെ സമ്പന്നത തിരിച്ചറിയാൻ പറ്റാത്തത്, നമ്മൾ പലപ്പോഴും ദൈവരാജ്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലൂക്ക 17:21 വചനം പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ദൈവരാജ്യത്തിലാണ് സ്നേഹം ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവരാജ്യത്തിലല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോഴാണ് ആ വ്യക്തി ദൈവരാജ്യത്തിന്റെ സകല സമ്പന്നതകളും രുചിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ രോഗം മൂലം 2 വർഷം മുമ്പ് വലിയ ഒരു രോഗപീഠകളോടെ കടന്നുപോയ വ്യക്തിയാണ്. വലിയൊരു ഓപ്പറേഷൻ, ട്യൂമർ എല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഹോസ്പിറ്റൽ മുറിയിൽ കിടക്കുമ്പോഴും എൻ്റെ കൂടെയുള്ളവരെ നോക്കി പുഞ്ചിരിക്കുവാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മരണത്തിൻ്റെ മുന്നിലും ജീവിതത്തെ പ്രത്യാശയോടെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവരാജ്യത്തിൽ നിലകൊണ്ടതുകൊണ്ട് മാത്രമാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ നമ്മൾ അധ്വാനം വ്യർത്ഥമാണ്. ഞാനൊരു സഹോദരിയുടെ പെൺകുട്ടിയുടെ അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ണൂരാണ് വീട്. ഈ പെൺകുട്ടിയുടെ പ്രത്യേകം നല്ലപോലെ പ്രാർത്ഥിക്കും. ജീസസ് യൂത്താണ്. നിങ്ങൾക്ക് നല്ല കുട്ടികളാണ് കേട്ടോ, വചനം കേൾക്കാൻ വന്നത് ദൈവം അനുഗ്രഹിക്കും. ഈ പെൺകുട്ടി പാവപ്പെട്ട വീടാണ്. വീട്ടിൽ പ്രശ്നമുണ്ട്. അപ്പാപ്പൻ ഭയങ്കര മദ്യപാനമാണ്. അപ്പനും അപ്പാപ്പനും രാത്രി മദ്യപിച്ച് വരും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ പെൺകുട്ടിയും അമ്മയെല്ലാം ഓടും വീട്ടിൽ നിന്ന്. ഓടില്ലെങ്കിൽ അപ്പട്ടി കിട്ടും, നല്ല അടിയാണ്.
മഴയാണെങ്കിലും ഇടിവെട്ടാണെങ്കിലും രക്ഷയൊന്നുമില്ല, അടുത്ത വീട്ടിൽ പോയി ഒളിച്ചിരിക്കും. അങ്ങനെ എന്ത് സംഭവിച്ചു? ഈ പെൺകുട്ടി പ്രാർത്ഥിക്കും അപ്പൻ്റെ മനസ്സാന്നതിന് വേണ്ടി. അവിടെ അടുത്തൊരു കപ്പയാളയുണ്ട്, പള്ളി കുറച്ച് അകലെയാ, മലബാറിലാണ്. ഈ മുട്ടുണ്ടല്ലോ, മുട്ട് കുത്തിയിട്ട് പുരുഷനെ വീഴ്ത്തിക്കും. മുട്ടൊക്കെ പൊട്ടി രക്തം വന്നു. എന്നിട്ടും ദൈവം ഇടപെട്ടില്ല. എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല? ഇത് നമുക്കുള്ള ഉത്തരമാണ്. ഈ പെൺകുട്ടി മടുത്തു, അവസാനം പ്രാർത്ഥന നിർത്തി, എല്ലാം നിർത്തി. അങ്ങനെ അപ്പൻ പഴയ പോലെ തന്നെ നല്ല മദ്യപാനം. അങ്ങനെ ഒരു ധ്യാനത്തിൽ പോയി, ജീസസ് യൂത്തിൽ ധ്യാനത്തിൽ പോയി. അവിടെയുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുമായി കൗൺസിലിംഗ് വരികയാണ്. ഈ സമയത്ത് കൂട്ടുകാരൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, മോളെ നീ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല, എന്തുകൊണ്ട്? പെൺകുട്ടി പറയുകയാണ്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. ഈ സമയത്ത് ഈ സഹോദരനിലൂടെ ആത്മാവ് പറയാണ്, മോളെ നീ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നാൽ നീ പ്രാർത്ഥിച്ചത് കടുത്ത വെറുപ്പിലും വിദ്വേഷത്തിലും നിന്നുകൊണ്ടാണ് നീ നിന്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്, ശരിയാണോ? അവളുടെ മുഖത്ത് നോക്കി ഈ ദൈവികമായ ഈ ആത്മാവിന്റെ സ്വരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ പറഞ്ഞു, ശരിയാണ് ചേട്ടാ, ഞാൻ അതുപോലെ എൻ്റെ അപ്പനെ വെറുത്തു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതുപോലെ അപ്പനോട് ദേഷ്യം, അതുപോലെ എൻ്റെ അപ്പൻ എന്നെ തല്ലിയിട്ടുണ്ട്, എൻ്റെ അമ്മയെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വേദന നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്താണ് സംഭവിച്ചത്? ദൈവത്തിന് വെറുപ്പിന്റെ മധ്യയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് ഉത്തരം നൽകാൻ പറ്റില്ല. ദൈവം പാപികളെ തേടി വന്നവനാണ്, എന്നാൽ പാപത്തെ വെറുക്കുന്നവനാണ്. ക്ഷമിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ഈ കൃപ സ്വീകരിച്ച് നമ്മൾ ക്ഷമയുടെ ലോകത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേനെ ഹല്ലേലൂയ. ഈ സഹോദരി ലോകരാജ്യത്ത് നിന്നുകൊണ്ട്, വെറുപ്പിൽ വിദ്വേഷത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു? അവൾ മാറ്റി, ജീവിതശൈലി മാറ്റി, പരിശുദ്ധാത്മന്റെ അഭിഷേകം സ്വീകരിച്ചു. വീട്ടിൽ പോയി അപ്പൻ കള്ളു കുടിച്ച് വരുമ്പോൾ ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ എന്ത് കിട്ടും? അടി കിട്ടും. പക്ഷേ അപ്പൻ കിടന്നുറങ്ങുമ്പോൾ ഇവൾ മുട്ടുമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശേഷം അപ്പൻ മദ്യപിക്കാത്ത സമയത്ത് അപ്പനെ കരം പിടിച്ചു. അപ്പാ, അപ്പനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. അപ്പനെ കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. അപ്പൻ പോലും ഞെട്ടിപ്പോയി. അപ്പനെ പൊട്ടിക്കരഞ്ഞു. സമയത്ത് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അപ്പൻ ഒരു ദിവസം കള്ളു കുടിക്കാതെ വന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വന്നിട്ട് പറഞ്ഞു, എല്ലാവരും വരിക, എനിക്കൊരു കാര്യം നിങ്ങളോട് അറിയിക്കാനുണ്ട്. എല്ലാവരും വന്നു. അപ്പാപ്പനും അമ്മാമ്മയും അമ്മയും മക്കളൊക്കെ വന്നു. പറഞ്ഞു, അടുത്ത ആഴ്ച നമ്മുടെ ഇടവകയിൽ കൊളത്തുവയൽ സിസ്റ്റേഴ്സിന് ധ്യാനം തുടങ്ങുകയാണ്, നമ്മളെല്ലാവരും അതിൽ പങ്കെടുത്തിരിക്കണം. ഇവരെല്ലാം ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൽ എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തു. പിറ്റേ ദിവസം ധ്യാനം കഴിഞ്ഞ് വന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് ആദ്യം മുട്ടുകുത്തിയത് അപ്പനായിരുന്നു. ജീവിതം മാറി മറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ കുടുംബം സ്വർഗതുല്യമായ സമാധാനം അനുഭവിക്കുന്ന, വീടെല്ലാം മാറ്റി മറഞ്ഞു. വീട് ചെറ്റക്കുടിൽ പോലെയായിരുന്നു, അതെല്ലാം പൊളിച്ചു മാറ്റി. കർത്താവ് അവർക്ക് ആത്മീയമായും ഭൗതികമായും സമ്പത്ത് നൽകി. എന്താണ് കാരണം? ആ കുടുംബം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേനെ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് കീയാണ്. പ്രിയപ്പെട്ടവരെ, പിശാച് പ്രാർത്ഥിക്കാൻ തടസ്സപ്പെടുത്തില്ല. പക്ഷെ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? വെറുപ്പിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ദൈവരാജ്യത്ത് എത്തില്ല. പ്രിയപ്പെട്ടവരെ, നരകത്തിന് അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല, സ്വർഗത്തിനൊരു നേട്ടവുമില്ല. നമ്മൾ നിൽക്കുന്ന തലം എവിടെയാണ്? അനുദിനം യൂട്യൂബിൽ മ്ലേച്ഛകരമായ കാര്യങ്ങൾ കണ്ടിട്ടാണോ ഞാനും എന്ന വിശുദ്ധ സ്വീകരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്കത് നേട്ടമായി മാറുകയില്ല, നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ദൈവം നമുക്കൊരു അവസരം നൽകുകയാണ്. എന്താണ്? ദൈവം തന്റെ ആത്മാവിനെ വർഷിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരും. നമുക്ക് ക്ഷമിക്കാനുള്ള വ്യക്തികൾക്ക് ക്ഷമിക്കാൻ സാധിക്കും. നമ്മുടെ പ്രലോഭനങ്ങളുടെ മധ്യേ വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും. നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റും. കൂടെയുള്ള സ്വന്തം ഭർത്താവിനോട് പോലും ക്ഷമിക്കാൻ പറ്റാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കും? പ്രിയപ്പെട്ടവർ, സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറാൻ സാധിക്കാത്ത വ്യക്തിക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും? മാന്യമായി സംസാരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, വലതുകരം ഉയർത്തി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ശബ്ദം ഉയർത്തി പരിശുദ്ധാത്മാവ് വരുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ആദ്യം ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ഇപ്രകാരമാണ്. എന്താണെന്നറിയോ? സമ്പൂർണമായ സമർപ്പണം. സമ്പൂർണമായ സമർപ്പണം. യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ പൂജിക്കുക. 1 പത്രോസ് 3:15. യേശു കർത്താവാണ്, അതിനെക്കൊണ്ട് ഏറ്റുപറയുക. റോമ 10:9 അവിടെയാണ് സമ്പൂർണമായ സമർപ്പണം. യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കാതെ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് പ്രിയപ്പെട്ടവരെ. കരങ്ങളുയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. ദൈവത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. മറിയത്തിന്റെ അടുത്ത് ഗബ്രിയേൽ വാഗ്ദാനങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മറിയം എന്താണ് ചോദിച്ചത്? മറിയം എന്ത് ചോദിച്ചു? മറിയം എന്താണ് ചോദിച്ചത് ഗബ്രിയേലിനോട്? ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ പറഞ്ഞു, പരിശുദ്ധാത്മ നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകൾ കേട്ട് മറിയം ദൈവത്തിന്റെ ആത്മാവിന് മുമ്പിൽ സറണ്ടറായി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു. പരിശുദ്ധാത്മാവിന് വേണ്ടി പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ ഇറങ്ങി വന്നു. കരങ്ങളുയർത്തി ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ. സമ്പൂർണമായ സമർപ്പണം അത്ഭുതങ്ങളെ കൊണ്ടുവരും. വലതുകരം ഉയർത്തി പറഞ്ഞേ, സമ്പൂർണമായ സമർപ്പണം അത്ഭുതങ്ങളെ കൊണ്ടുവരും. സമ്പൂർണമായ സമർപ്പണം അത്ഭുതങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമ്പൂർണമായി സമർപ്പിക്കുക. ചെറുതല്ല, ജീവിതത്തിന്റെ ഒരു മേഖല മാത്രമല്ല, മകന് ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ കർത്താവിനെ തേടുന്നത്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. രക്ഷ പൂർണ്ണമാകുന്നത് യേശു ക്രിസ്തു പരിപൂർണമായി നമ്മിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഷാലോം ടെലിവിഷന്റെ ബെന്നി പുന്നത്ര സാറിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. സന്തോഷമാണോ? നിങ്ങളെയൊക്കെ സന്തോഷമാണോ? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം, നിങ്ങൾ മുഖത്ത് നോക്കി അറിയാം, വീട്ടിലേക്ക് ആയിരിക്കും ചിലപ്പോൾ. ഇവിടെയുള്ളവർ മാത്രം കലങ്ങളിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ബെന്നി സാർ വളരെ മുൻപ് ഒരു ഓഫീസിന് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് ഓഫീസില്ല, ഷാലോം ടെലിവിഷൻ്റെ ഓഫീസില്ല. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചെറിയൊരു വീടാണുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഓഫീസ് നൽകാം, തുടങ്ങിക്കോ, പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. ബെന്നിസാറിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല അക്കൗണ്ടിൽ. അങ്ങനെ ബെന്നിപ്പുന്നത്ര അങ്ങനെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ആ തറയൊക്കെ കെട്ടി ബിൽഡിംഗ് പണി തുടങ്ങിയാണ്. പണി തുടങ്ങി, തറയുടെ പണി കഴിഞ്ഞപ്പോൾ തന്നെ പൈസ കഴിഞ്ഞു. അപ്പോൾ ടീമങ്ങളൊക്കെ വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബെന്നിസാറ് പറഞ്ഞു, പൈസ വരും, കർത്താവ് പറഞ്ഞിട്ടാണ് പണി തുടങ്ങിയത്. അങ്ങനെ പ്രിയപ്പെട്ടവർ, ഇവര് പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥന, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഫണ്ട് വരുന്നില്ല, സമ്പത്തിന്റെ ആ മേഖല കടന്നു വരുന്നില്ല. സമയം പ്രാർത്ഥിച്ച് മടുത്തു. സമയം ഒരു ദിവസം രാത്രിയിൽ ശ്രദ്ധിക്കുക. ഒരു ദിവസം രാത്രിയിൽ ബെന്നിസാർ വീട്ടിൽ വിട്ടിട്ട് ഇറങ്ങി. 12 മണി സമയം. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ തറ കെട്ടിയിരിക്കുന്നത്, വീടിൻ്റെ ഓഫീസിന് വേണ്ടി, ഷാലോമിൻ്റെ. അങ്ങനെ ആ തറ കെട്ടിയ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് തറയിൽ മുട്ടുകുത്തി കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, കർത്താവേ, അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ തറ കെട്ടിയത്, പണി തുടങ്ങിയത്. ഇപ്പോൾ പൈസയൂല ഒന്നുമില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. വലതുകരം എത്തി പറഞ്ഞ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുക്കത്തോടെ ബെന്നി സാർ കർത്താവിനെ വിളിച്ചപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് ചോദിച്ചു, മോനെ ബെന്നി, ഞാൻ പറഞ്ഞതാണ് കൊണ്ടാണ് നീ പണി തുടങ്ങിയത്, പക്ഷേ നീ പ്ലാൻ വരച്ചപ്പോൾ എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. ഷാലോം ടെലിവിഷൻ എൻ്റെ സ്വന്തമാണ്, നിന്റെ സ്വന്തമല്ല. നിന്റെ പ്ലാൻ പ്രകാരമല്ല നിന്റെ ഈ ബിൽഡിംഗ് പണിയേണ്ടത്. എൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് ഞാൻ ആശീർവാദം നൽകുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം സംഭവിക്കാൻ ആഗ്രഹിക്കുക.
അവിടെ ദൈവത്തിന്റെ ആശീർവാദം വരും, അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം വരും. ബെന്നിസാർ പറഞ്ഞു, കർത്താവേ സോറി, അങ്ങ് എന്നോട് സംസാരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ബെന്നിസാറിനോട് കർത്താവ് വ്യക്തമായി പ്ലാൻ കാണിച്ചു കൊടുത്തു. ഇന്ന സ്ഥലത്ത് ചാപ്പൽ, ഇന്ന സ്ഥലത്ത് ഹോൾ, ഇന്ന സ്ഥലത്ത് മുറികൾ, അപ്രകാരമുള്ള ഒരു ബിൽഡിങ് പ്രിയപ്പെട്ടവരെ പ്ലാൻ വരച്ചത് കഴിഞ്ഞതേ ഉള്ളൂ. തൃശ്ശൂരിലുള്ള പാവർട്ടിയിലുള്ള ഒരു കുടുംബം ആദ്യമായി 14 രൂപ ശാലോമിലെ അക്കൗണ്ടിൽ കൊണ്ടെടുത്തു. പ്രിയപ്പെട്ടവരെ, അതൊരു തുടക്കമായിരുന്നു. പിന്നീട് സമ്പത്തിന്റെ പേരിൽ ശാലോമിന് ഇന്ന് വരെ ഒരു കുറവ് ഉണ്ടായിട്ടില്ല. കരങ്ങളിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ചിന്തിക്കുക, ഞാൻ പ്ലാൻ വരയ്ക്കുന്നത് എൻ്റെ സ്വന്തം പ്ലാനാണോ ദൈവത്തിൻ്റെ പ്ലാനാണോ? വലതുകരം ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് ഇപ്രകാരം ഓർക്കുക, ഞാനിപ്പോൾ വരയ്ക്കുന്ന പ്ലാൻ, എൻ്റെ ജീവിതത്തിൻ്റെ പ്ലാൻ, എൻ്റെ മക്കൾ എവിടെ പോകണം, എൻ്റെ മക്കൾ ആര് കല്യാണം കഴിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ സ്വന്തം പ്ലാനാണോ അത് ദൈവത്തിൻ്റെ പ്ലാനാണോ? ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക, കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലയെ സമർപ്പിക്കുക, നമ്മുടെ കൈകളിലുള്ള സകല സമ്പത്തിനെയും സമർപ്പിക്കുക, മക്കളെ സമർപ്പിക്കുക. സമ്പൂർണമായി സമർപ്പണമുള്ളിടത്ത് അവിടെ ദൈവരാജ്യം കടന്നു വരികയാണ്. അവിടെ യേശു കടന്നു വരും. നമ്മുടെ കയ്യിൽ 5 അപ്പമേ ഉള്ളെങ്കിലും അത് 10,000 കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. 2 കരമയത്തിന് സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. സമർപ്പണം നൽകണമേ, സമ്പൂർണ്ണ സമർപ്പണം നൽകണമേ, അഭിഷേകം നൽകണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം, അവിടെ ദൈവരാജ്യം നിറഞ്ഞു നിൽക്കുന്ന സമയം. എന്നാൽ അവിടെ ഒരു കുടുംബം തകർന്നു തരിപ്പണമായി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹൈ വോൾട്ടേജ് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അവിടെ ഒരു കുടുംബം കടന്നു വരികയാണ്. ആ കുടുംബത്തിന്റെ പേരാണ് അനനിയ സഫീറ. അവർക്ക് സമർപ്പണം ഉണ്ടായിരുന്നു, പകുതിയും ഉണ്ടായിരുന്നു. എല്ലാവരും സമ്പത്ത് വിറ്റു സഭയ്ക്ക് അത് ദാനമായി കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു അറിയോ? ഇവര് ദൈവത്തെ കബളിപ്പിച്ചു. ഇവരെന്ത് ചെയ്യുന്നു? ഇവര് സമ്പത്ത് കൊടുത്തു, വീട് കൊടുത്തു. ആ കാലഘട്ടത്തിലാണ് സമ്പത്തിന്റെ പകുതി ഭാഗം ഭാര്യ അറിഞ്ഞിട്ട് തന്നെ, സഫീറയുടെ പെർമിഷനോട് കൂടി തന്നെ അനനിയാസ് അത് മറച്ചു വെച്ചു. ബാക്കിയുള്ള കുറച്ച് പൈസ കൊണ്ട് പത്രോസിന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. ആ സമർപ്പണത്തിന്റെ പേരാണ് പകുതി സമർപ്പണം. കരങ്ങളെത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. 100 വ്യക്തികളോട് ഞാൻ ബന്ധമുണ്ട്, 99 വ്യക്തികളുമായി ഞാൻ നല്ല ബന്ധമാണ്, ഒരു വ്യക്തിയോട് മാത്രം എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അത് അനനിയാസിന്റെ സ്വഭാവമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊടുക്കാൻ ഇഷ്ടംപോലെ അവസരമുണ്ട്. സ്നേഹം, സമ്പത്ത്, ആത്മീയ നന്മകൾ, ചില ഭൗതിക നന്മകളെല്ലാം കൊടുക്കാൻ എനിക്ക് അവസരമുണ്ടെന്നേ. അവസരമെല്ലാം ഉണ്ടായിട്ടും ഞാൻ പകുതി പിടിച്ചു വെച്ചിരിക്കുക, പകുതി എൻ്റെ പോക്കറ്റിലാണ്. അവിടെ ദൈവരാജ്യം വരില്ല. അവിടെ വരുന്നത് ശാപമായിരിക്കും, അവിടെ വരുന്നത് മരണമായിരിക്കും. അനനിയാസും സഫീറയും ഇതാ പകുതി സമർപ്പണമായി പത്രോസിന്റെ അടുത്തേക്ക് വന്നു. പത്രോസ് പറഞ്ഞു, അനനിയാസേ, നീ പരിശുദ്ധാത്മനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ പകുതി സമ്പത്ത് എവിടെയാണെന്ന് കർത്താവിന് അറിയാം. അനനിയാസ് അവിടെ മരിച്ചു വീണു. എന്താണ് കാരണമെന്നറിയൂ? അവന്റെ ഹൃദയം പകുതി കർത്താവിലും പകുതി ലോകത്തിലുമായിരുന്നു. കരങ്ങളെത്തി ശക്തിയോടെ പറഞ്ഞാൽ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. സമ്പൂർണമായി സമർപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വസിക്കുക. പ്രിയപ്പെട്ടവർ, വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ പ്രവേശിക്കുക. പത്രോസിന് ആ വഞ്ചിയുടെ വലതുഭാഗത്ത് വലയിറക്കാൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. അവൻ കർത്താവിന്റെ കരങ്ങൾക്ക് ജീവിതം സമർപ്പിച്ച് വലയിറക്കി. കർത്താവിനെ അനുഗ്രഹിച്ചു. സമ്പൂർണമായ വിശ്വാസം, സമ്പൂർണമായ സമർപ്പണം കൊണ്ടുവരും. രണ്ടാമത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുക. കരങ്ങളെത്തി പറഞ്ഞേ ശക്തിയോടെ ഹല്ലേലൂയ. ഞാൻ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ചില അമ്മച്ചിമാരൊക്കെ, ചില ചെറുപ്പം യുവാക്കൾ വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ സ്തുതിക്കുകയാണ്. ഭാഷ അവർക്ക് സ്തുതിക്കുന്നു, പ്രവചനങ്ങൾ പറയുന്നു. ഞാൻ അവരുടെ ജീവിതം വായിച്ചു നോക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതം മുഴുവൻ ദൈവരാജ്യത്തിലാണ്.
അവരിലൂടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിലേക്ക് കർത്താവ് ഒരു ഒഴുക്കാണ്, അനുഗ്രഹത്തിന്റെ ഒരു ഒഴുക്ക്. ഹഗ്ഗായി 2:19 ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എപ്പോൾ? പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ എന്ന് യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നുണ്ടോ അവിടെയാണ് പെന്തക്കോസ്ത. പത്രോസും കൂട്ടുകാരും പ്രവേശിച്ചപ്പോഴാണ്, അന്ന് മുതലാണ് പത്രോസിന്റെ സകല മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ ജീവൻ സമൃദ്ധമായി വെളിപ്പെട്ടത്. കരങ്ങളുയർത്തി ശക്തിയോടെ പറഞ്ഞേന് ഹല്ലേലൂയ. ഹല്ലേലൂയ. വചന ഇപ്രകാരമാണ്, ഇസയ്ക്ക് 47:9, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവന്റെ സമൃദ്ധി ഉണ്ടായിരിക്കും. നമ്മൾ ദിവികാന ആരാധനയ്ക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നദി ദിവികാനത്തിൽ നിന്ന് ഒഴുകാൻ പോവുകയാണ്. ആരെല്ലാം ദാഹത്തോടെ ആ നദിയിൽ മുങ്ങിക്കുളിക്കുന്നുണ്ടോ അവിടെ ജീവൻ വെളിപ്പെടാൻ പോകുന്നു.